സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാനെ പേടിച്ച് ഇസ്രയേലികളെല്ലാം ബങ്കറിനുള്ളിലാണ്. അതിനിടെ ജെറുസലേമിലും സെൻട്രൽ ഇസ്രയേലിലും ഇറാൻ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ്. ഒപ്പം കുവൈറ്റ് വിമാനത്താവളത്തിലും ദുബൈയിലെ ബുർജ് ഖലീഫയ്ക്ക് സമീപവും ഇറാൻ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളും ചില ദൃശ്യങ്ങളും പുറത്തുവരികയാണ്. അതിനിടെ ട്രംപിനെ ഇറാന്റെ ചരിത്രവും കരുത്തും ഓർമ്മിപ്പിച്ച് റഷ്യ രംഗത്തെത്തി എന്നതും ശ്രദ്ധേയമായ കാര്യമായി മാറുകയാണ്. ആക്രമണത്തിനുള്ള മറയായി ചർച്ചകളെ ട്രംപ് ഉപയോഗിച്ചു എന്നാണ് റഷ്യൻ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനും പുടിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ ദിമിത്രി മെദ്വദേവ് വിമർശിച്ചത്. ഇതോടെ റഷ്യ ഇറാനു വേണ്ടി രംഗത്തിറങ്ങുമോ എന്നുള്ള അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമാവുകയാണ്. ഒമാനും ഇറാനു വേണ്ടി രംഗത്തെത്തി. അതിനിടെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാവുകയാണ്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെയും ഇറാൻ ലക്ഷ്യമിട്ടു. ഇതിനിടെ നിരവധി വ്യാജ വാർത്തകളും അമേരിക്കൻ അനുകൂല മാധ്യമങ്ങൾ പടച്ചുവിടുന്നുണ്ട് എന്നുള്ള കാര്യവും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, ഈ വീഡിയോ തയ്യാറാക്കുമ്പോഴുള്ള സാഹചര്യങ്ങൾ ഓരോന്നായി നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് ഇറാനെതിരായ ആക്രമണത്തെ ട്രംപ് ഏറ്റവും ഒടുവിലായി വിശേഷിപ്പിച്ചത്. ആദ്യം റഷ്യയുടെ മെദ്വദേവ് പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ട്രംപിനെ സമാധാനവാദി എന്ന് വിശേഷിപ്പിച്ച് അല്ലെങ്കിൽ പരിഹസിച്ച മെദ്വദേവ് ട്രംപിന്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ വെളിപ്പെട്ടു എന്ന് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് അമേരിക്ക നടത്തിവന്ന ചർച്ചകൾ വെറും പ്രഹസനമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ ആക്രമണത്തിനുള്ള ഒരു മറയായിട്ടാണ് ഈ ചർച്ചകളെ അമേരിക്ക ഉപയോഗിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ആരും യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും മെദ്വദേവ് കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായ വ്യത്യാസത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അമേരിക്കയ്ക്ക് കേവലം 249 വർഷത്തെ ചരിത്രമേ ഉള്ളൂ എന്നും, എന്നാൽ പേർഷ്യൻ സാമ്രാജ്യത്തിന്, അതായത് ഇറാന് 2500 വർഷത്തിലധികം പഴക്കമുണ്ടെന്നും ദിമിത്രി മെദ്വദേവ് ഓർമ്മിപ്പിച്ചു. ശത്രുവിന്റെ അന്ത്യത്തിനായി കാത്തിരിക്കാൻ ആർക്കാണ് കൂടുതൽ ക്ഷമയുള്ളതെന്ന് വരും കാലം തെളിയിക്കുമെന്നും മെദ്വദേവ് പറഞ്ഞു. ഇറാനെതിരായ ആക്രമണം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും ശക്തമായ പ്രതികരണമായി മാറുകയാണ് ദിമിത്രി മെദ്വദേവിന്റെ ഈ വാക്കുകൾ എന്ന് തന്നെ പറയാം. ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ഈ ഇറാനെതിരായ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. കാരണം നമുക്കറിയാം, ഒമാന്റെ മധ്യസ്ഥതയിലാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത്. ആ ചർച്ചകളുടെ ഇടയിൽ ഇനി 4ാം ഘട്ട ചർച്ച നടത്താമെന്നുള്ള ഉറപ്പിൽ പിരിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിന് വലിയ ഭീഷണിയാകുന്ന നീക്കമാണ് ഇതെന്ന് ഒമാൻ വിശേഷിപ്പിച്ചു. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള നഗ്നമായ ലംഘനമാണ് ഈ ആക്രമണമെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തുന്ന നീക്കമാണ് ഇതെന്നും ഒമാൻ ചൂണ്ടിക്കാട്ടി. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറിലെത്താൻ തങ്ങൾ പരമാവധി ശ്രമിച്ചുവെന്നും നയതന്ത്രത്തിന് മുൻഗണന നൽകിയാൽ സമാധാനം കൈവരിക്കാൻ കഴിയുമെന്ന് താൻ വിശ്വസിച്ചിരുന്നു എന്നും നമ്മുടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുകയും ചെയ്തു. സമാധാന ചർച്ചകൾ പുരോഗമിക്കവെയാണ് അമേരിക്കയും ഇസ്രയേലും തികച്ചും പ്രകോപനമൊന്നുമില്ലാതെ നിയമവിരുദ്ധമായ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. യുദ്ധം ഒഴിവാക്കാൻ തങ്ങൾ പല ഓഫ് റാമ്പുകളും ഉപയോഗിക്കാൻ തയ്യാറായിരുന്നു, അതായത് പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിരുന്നു എന്നും, എന്നാൽ ശത്രുക്കൾക്ക് യുദ്ധമായിരുന്നു താല്പര്യമെന്നും അരാക്ചി വ്യക്തമാക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും പുറത്തു വരികയാണ്, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചില ആലോചനകൾ പുറത്തേക്ക് വരികയാണ്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഗൗരവകരമായ റിപ്പോർട്ടുകൾ ആണ് ഇറാന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു കപ്പലിനെയും കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് റേഡിയോ സന്ദേശങ്ങൾ വഴി യൂറോപ്യൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദേശങ്ങൾ അയക്കുന്നതായി യൂറോപ്യൻ യൂണിയന്റെ നേവൽ മിഷൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണ ഭീതിയെ തുടർന്ന് പ്രമുഖ എണ്ണക്കമ്പനികളും ട്രേഡിംഗ് ഹൗസുകളും ഈ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചതായി ഗൾഫ് ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണത്തിന് പകരമായി ആഗോള സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഈ കടലിടുക്ക്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ഈ കടലിടുക്ക് 10 മണിക്കൂറത്തേക്ക് അടച്ച് അവിടെ നാവികാഭ്യാസം നടത്തിയിരുന്നു. അപ്പോൾ തന്നെ എണ്ണവില കുത്തനെ കൂടുകയും ചെയ്തു. ലോകത്തെ എണ്ണ വിതരണത്തിൻ്റെ ഏകദേശം 20% ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് ഇറാന്റെ ഈ വജ്രായുധത്തെ വ്യത്യസ്തമാക്കുന്നത്, അല്ലെങ്കിൽ ഈ വജ്രായുധം കൂടുതൽ മൂർച്ചയുള്ളതാക്കുന്നത്. സ്കൂൾ ആക്രമിച്ച് 87 പെൺകുട്ടികളെ കൊന്ന ഇസ്രയേൽ ക്രൂരതയ്ക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് അബ്ബാസ് അരാക്ചിയുടെ പ്രസ്താവന. ഗാസയിലെ പോലെ തന്നെ ഇറാനിലെയും കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് നെതന്യാഹു എന്ന് തന്നെ പറയാം.
സ്കൂൾ കുട്ടികൾ നിറഞ്ഞ സമയത്ത് പകൽ വെളിച്ചത്തിലാണ് ഈ ആക്രമണം നടന്നതെന്ന് ആരാഗ്ചി ചൂണ്ടിക്കാട്ടി. നിരപരാധികളായ ഡസൻ കണക്കിന് കുട്ടികൾ ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രം കൊല്ലപ്പെട്ടതായി അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇറാനിയൻ ജനതയ്ക്കെതിരായ ഈ കുറ്റകൃത്യത്തിന് തിരിച്ചടി നൽകുമെന്നും അതിന് മറുപടിയില്ലാതെ ഇസ്രയേൽ പോകില്ല എന്നും ആരാഗ്ചി മുന്നറിയിപ്പ് നൽകി. ഡൊണാൾഡ് ട്രംപ് തൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഇസ്രയേൽ ഫസ്റ്റ് എന്നാക്കി മാറ്റിയെന്നും ഇത് എപ്പോഴും അമേരിക്ക ലാസ്റ്റ് എന്ന ഫലമേ നൽകൂ എന്നും അബ്ബാസ് ആരാഗ്ചി പരിഹസിക്കുകയും ചെയ്തു. ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കാൻ ഇറാൻ്റെ സായുധ സേന സജ്ജമാണെന്നും അധിനിവേശക്കാർക്ക് അർഹമായ പാഠം പഠിപ്പിക്കുമെന്നും ഇറാൻ സേന പഠിപ്പിക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ഇറാൻ ഇസ്രയേലിനെതിരെയും അമേരിക്കൻ സൈനിക താവളത്തിനുമെതിരെയും അതിരൂക്ഷമായ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 14 അമേരിക്കൻ നാവിക താവളങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. മാത്രമല്ല അമേരിക്കയുടെ അഭിമാനമായ ബഹ്റൈനിലെ 5ാം പടയുടെ ആസ്ഥാനം, 5ാം കപ്പൽ പടയുടെ ആസ്ഥാനം ഇറാൻ തകർക്കുകയും ചെയ്തു. ഖത്തറിലും ഇറാൻ നാശം വരുത്തി. കുവൈറ്റിലും ഖത്തറിലും ഇറാൻ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ട്. കുവൈറ്റിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിലായി കുവൈറ്റ് എയർപോർട്ടിലേക്ക് ഇറാൻ്റെ ആക്രമണമുണ്ടായി. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വന്നുവെന്നും അവിടെ നിന്നുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ ഇറാൻ തുടർച്ചയായി മിസൈലുകളും ഡ്രോണുകളും തൊടുത്തു. കപ്പലുകൾക്ക് ചില നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് ഇറാൻ സേന പറയുന്നത്. എന്നാൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇത് നിഷേധിച്ചിട്ടുണ്ട്. ഇസ്രയേൽ എന്തായാലും ഇറാൻ ആക്രമണം പേടിച്ച് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരുടെ രാജ്യത്ത്. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ബങ്കറിലാണ്. ഇസ്രയേലിൻ്റെ പേരുകേട്ട മിസൈൽ പ്രതിരോധത്തെ മറികടന്ന് ഹൈഫ മേഖലയിൽ ഇറാൻ മിസൈലുകൾ പതിച്ചതായും നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെറുസലേമിലും സെൻട്രൽ ഇസ്രയേലിലും ഇറാൻ്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. വടക്കൻ ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങളിലും മിസൈൽ പതിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തുടനീളം വ്യോമാക്രമണ സൈറനുകൾ ഇപ്പോഴും മുഴങ്ങുകയാണ്. സ്കൂളുകളും ജോലി സ്ഥലങ്ങളും താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. പല ആശുപത്രികളും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭൂഗർഭ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനിടെ നിരവധി വ്യാജ വാർത്തകളും, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിരവധി വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. സൈനിക താവളങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് ചില അമേരിക്കൻ അനുകൂല മാധ്യമങ്ങളിലും പടച്ചുവിടുന്നുണ്ട്, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരുന്നുണ്ട്, റിപ്പോർട്ടുകളായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ മുഹമ്മദ് പാക്പൂർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ ഇത് ഔദ്യോഗികമായി പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ റോയിറ്റേഴ്സ് പോലുള്ള മാധ്യമങ്ങൾ പാക്പൂർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇറാൻ്റെ പ്രതിരോധ മന്ത്രി അമീർ നാസിർസാദയും കൊല്ലപ്പെട്ടതായി വിശ്വസിക്കുന്നതായി റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഭരണകൂടം ഈ വാർത്തകളെല്ലാം പക്ഷേ നിഷേധിക്കുകയാണ്. സൈനിക കമാൻഡർമാർ സുരക്ഷിതമാണ് എന്നും ശത്രുമാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ വിശ്വസിക്കരുത് എന്നും ഇറാൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുകയാണ്. സാധാരണയായി ഇറാൻ്റെ ഇത്തരം ഗൗരവകരമായ വാർത്തകൾ അല്ലെങ്കിൽ ഉന്നതതല മരണങ്ങൾ ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന വഴിയാണ് സ്ഥിരീകരിക്കാറുള്ളത്. ഗൾഫ് രാജ്യങ്ങൾ നിലവിലെ സംഘർഷം ലഘൂകരിക്കാനും കൂടുതൽ സംഘർഷം ഒഴിവാക്കാനും സജീവമായ നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒമാനും ഖത്തറും സൗദി അറേബ്യയും UAEയും സജീവമായി ഈ നീക്കങ്ങൾ നടത്തുകയാണ്. തങ്ങളുടെ രാജ്യത്ത് ആക്രമണം ഉണ്ടായിട്ടും സമവായ പാതയിലൂടെ പോകാനാണ് ഗൾഫ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്കായി തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് പല ഗൾഫ് രാജ്യങ്ങളും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചു എന്നതാണ് ഗൾഫ് രാജ്യങ്ങളെ ചെറിയ തോതിലെങ്കിലും ചൊടിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനെ പിണക്കാൻ പറ്റില്ല. ഇറാൻ ഏതെങ്കിലും രീതിയിൽ വീണ്ടും പ്രകോപനം ഉണ്ടാക്കിയാൽ ഇറാൻ വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇസ്രയേൽ കേന്ദ്രീകരിച്ച്, അതായത് ഈ ഗൾഫ് രാജ്യങ്ങൾ വ്യോമ താവളങ്ങളോ അല്ലെങ്കിൽ കരയോ കടലോ ഒന്നും നൽകാത്തത് കൊണ്ടാണ് അമേരിക്ക ഇസ്രയേൽ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത്. ഇറാൻ വിദേശകാര്യമന്ത്രിയും ചില നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്ബാസ് ആരാഗ്ചി സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ തൻ്റെ സഹപ്രവർത്തകരുമായി നിരന്തരം സംസാരിക്കുന്നുണ്ട് എന്നാണ് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഈ രാജ്യങ്ങൾ അമേരിക്കയെ തടയണമെന്നാണ് ഇറാൻ്റെ ആവശ്യം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇറാൻ ആക്രമണം നടത്തുന്നതെല്ലാം ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ അസറ്റിന്മേലാണ്. അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത്. സാധാരണക്കാരെയോ ഗൾഫ് രാജ്യങ്ങളിലെ സാധാരണക്കാരെയോ മറ്റുമോ ഇറാൻ ലക്ഷ്യമിടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ
കുവൈറ്റ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ അവിടുത്തെ 2 ജീവനക്കാരികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. എന്തായാലും റഷ്യയ്ക്കൊപ്പം ബഹ്റൈനും ഈ വിഷയം ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഈ സമാധാന ശ്രമങ്ങളൊക്കെ ഫലം കാണും എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ കഴിയൂ. കാരണം ട്രംപ് പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായ ആക്രമണം ഇറാനെതിരെ ഉണ്ടാകും, ഇറാൻ്റെ റെജിമിൻ്റെ, അതായത് ഇറാൻ്റെ ഭരണത്തിൻ്റെ പരാജയം ഉണ്ടാകുന്നത് വരെ ആക്രമണം നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സമാധാന ശ്രമങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് ട്രംപ് വഴങ്ങുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ അസറ്റുകളിൽ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു സമവായ ചർച്ചയിലേക്ക് അമേരിക്ക പോകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. പക്ഷേ ഏറ്റവും വലിയ വിഷയം നെതന്യാഹുവാണ്, ഏറ്റവും വലിയ വിഷവും നെതന്യാഹുവാണ് എന്ന് പറയേണ്ടി വരും. നെതന്യാഹുവാണ് ട്രംപിനെ കൊണ്ട് ഇപ്പോൾ ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് സംഘർഷ സാഹചര്യങ്ങൾ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. മറ്റു പുതിയ അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോയിൽ നൽകാം. നന്ദി, നമസ്കാരം.